പിന്നെ വിളിക്കാം. അമ്മേ, ഞാനിന്ന് ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാനൊരുക്കുമായിരുന്നു. അതുകൊണ്ടാണ് നീ ഹോട്ടലിൽ റൂം എടുക്കുവാന്ന് പറഞ്ഞപ്പം ഞാൻ മറുത്തൊന്നും പറയാതിരുന്നത്. ഇവിടെ ആണെങ്കിൽ ജോലിക്കാരിയില്ല, ഉണ്ടായിരുന്നവളെ 3 ദിവസമായിട്ട് കാണാനും ഇല്ല. കുഴപ്പമില്ല അമ്മേ, ഞാൻ ഹോട്ടലിലോ രേഖയുടെ അടുത്തോ എവിടെയെങ്കിലും മാനേജ് ചെയ്യും. കാലത്തെ കാപ്പൂടി കഴിഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ അമ്മയുടെ കൂടെ കഴിക്കാമെന്ന് വെച്ചു. നല്ല ശേലായി. ഞാൻ കാലത്തെ ഇത്തിരി ഓട്സ് ഉണ്ടാക്കി കഴിക്കും. കാപ്പിയും പലഹാരവും ഒന്നും പതിവില്ലാതായി. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ഫ്രിഡ്ജിനകത്ത് ദോശമാവ് കാണും. അതിന് നീ അടുക്കള കയറത്തില്ലല്ലോ. വേണ്ടമ്മേ, എന്തെങ്കിലും മേടിക്കാം. അതെ, അടുത്ത റെസ്റ്റോറൻറ്റ്സ് വല്ലതുണ്ടോ നോക്ക്. ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാം. ഈ ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന വല്ലതും കിട്ടണമെങ്കിൽ സിറ്റിയിൽ പോകണം. ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ദോശ ഉണ്ടാക്കാം. ഇയാളേതാ? ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാ. മാഡം അമ്മച്ചായിട്ട് സംസാരിച്ചിരിക്കെ 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. താരക്കേടില്ലല്ലോ. എന്നാ അടുക്കളയിലോട്ട് വാ. ഇതിലല്ല, പുറവത്തൂടെ വാ. ശരി. ഹലോ, കോട്ടിലേക്കാ? ഏത് കോടതിയില്? ഷട്ടിൽ കോട്ടിലാ. ഇക്ക പറഞ്ഞോ. അല്ല ഹിമാർ, ഇനി പന്ത് കളിക്കാൻ പോയതാ. ഞാൻ ഇവിടെ കൊച്ചിയിലെത്തിക്കുന്നു. ഇനി വേഗം പാപ്പാളി സാറിന്റെ കല്യാണത്തിന്റെ ഇടക്ക് വാ. ശരിക്കാ, കമോൺ കമോൺ. മനുഷ്യനിവിടെ നട്ടപ്രാന്ത് പിടിച്ചേക്കുമ്പോ ഓൻ ബാറ്റ് കളിക്കാൻ പോയിക്കുന്നു. ഈ എത്തുമ്പത്തും തിരിയാത്ത കുട്ടികളെ വിളിച്ച് ഇമാതിരി പരിപാടി ഏൽപ്പിക്കുന്ന നിങ്ങളെ വേണം പറയാൻ. സർജി എത്തിയിട്ടുണ്ട്. ഇന്ന് എത്തുമ്പത്തൊക്കെ എല്ലാവർക്കും തിരിയും. ഒരു സേവ് വെക്കുമ്പോൾ ഇനി മുമ്പ് കാണുന്ന പണ്ടിട്ട് ലാസ്റ്റ് നമ്പർ ഒറ്റ ഇരട്ടോ കളിക്കുവാട്ടങ്ങള്. ബാബു, ഞാൻ ഒറ്റ 500. രമേശ് വിളിച്ചിരുന്നോ? ഓ, വിളിച്ചൊന്നുമില്ല. അവൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലേ, ഭാരിച്ച ജോലി ഇല്ലയോ. പക്ഷെ അവന്റെ മൂത്തവരുത്തനുണ്ടല്ലോ. ഈ വഴിക്കൊന്ന് കണ്ടിട്ട് എത്രയായി എന്നാ? ഒരു ഫോൺ വിളി അത്രയെങ്കിലും ചെയ്തുകൂടായോ? പിന്നെ വേണ്ടിയൊക്കെ ചെലവിൽ കഴിയണ്ടല്ലോ എന്നൊരു സമാധാനം. അതിന് ചത്തുപോയ എൻ്റെ കെട്ടിയവനോട് ഞാൻ എന്നും നന്ദി പറയും. രമേശ് ബോംബെയിൽ ആരാണ്ട് വലിയ കാശുകാരൻ്റെ മോളെ കെട്ടാൻ പോവാന്ന് കേട്ടപ്പം ഞാൻ ഉറപ്പിച്ചതാ. ഇളയ ചെറുക്കനുമായിട്ടുള്ള ബന്ധം അതോടെ അവസാനിച്ചത്. പക്ഷെ നീയെ വല്ലപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തുള്ളു. ഇനിയില്ല അവൻ്റെ അച്ചിയുടെ ആണെന്നും പറയുന്നില്ല. എന്തോ കണ്ടിട്ടാ ഇവളൊക്കെ ഈ അഹങ്കരിക്കുന്നെന്നാ. മാഡം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓ വാവ്. പ്ലീസ് കം. അമ്മച്ചിയെ വിളിച്ചോ. അമ്മച്ചി, അമ്മ വരൂ. ലെവൻ കൊള്ളാവല്ലോ. താങ്ക് യു. താനോ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഇത്രയും രുചിയുള്ള ചമ്മന്തിയും കൂട്ടി ദോശ കഴിച്ചിട്ട് എത്ര നാളായെന്ന് ഓർക്കുമായിരുന്നു ഞാൻ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചടേ? ചിറ്റപ്പനെ അച്ഛൻ്റെ അനിയനെ ഹോട്ടലായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ അതിന്റെ അടുക്കള കിടന്നാ വളർന്ന്. കൈപുണ്യം, ദൈവാനുഗ്രഹമോ ഇല്ലയോ? പലരും പറയാറുണ്ട് അമ്മച്ചി. എങ്ങോട്ടാ മാഡം? ഗാന്ധിനഗർ 3rd സ്ട്രീറ്റ്. സെക്കൻഡ് അല്ല? അല്ല, 3rd. ഹായ്. ഹലോ, എത്തിയോ? എത്തി. എങ്ങനെയുണ്ട് കാല്? പ്ലാസ്റ്ററില്ല, അഴിച്ചിട്ടില്ല. ചന്ദ്രേട്ടൻ എവിടെ? രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങി. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് എന്ന് പറഞ്ഞ ഡ്രൈവേഴ്സിന് അറിയോ? സൗത്ത് ഏഷ്യ ഓഫീസ് എന്ന് പറയണം. ചന്ദ്രേട്ടനെ കാണാൻ പോവാ. ഉവ്വ്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരാം. ഓക്കെ? ഇപ്പൊ ഗാന്ധിനഗറിലേക്ക് പോണോ അതോ കമ്മീഷണർ ഓഫീസിലേക്ക് പോണോ? പുറകിലിരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ ശ്രദ്ധിക്കും അല്ലേ? അയ്യോ മാഡം, അത് ശ്രദ്ധിച്ചു പോവും. കസ്റ്റമർ എപ്പോഴാ റൂട്ട് മാറ്റാന്ന് അറിയില്ല. അപ്പൊ ഒരു കരുതലിനാ. ശരി, അസിസ്റ്റന്റ് കമ്മീഷണർ സൗത്ത്, അവിടേക്ക് പോകും. ഓക്കെ മാഡം. അല്ല, എന്നെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് കമ്മീഷണർക്ക് കൊടുക്കാനാണോ? നിങ്ങളുടെ ഈ ഓവർ വാചകമടിയുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കിട്ടിയ ചട്നി പരാതി കൊടുക്കണ്ടെന്ന് വെച്ചു. എന്താ നിങ്ങളുടെ പേര്? രാജു. ചട്നി ഞാൻ പറയുകയാണെങ്കിൽ അത്ര നന്നായിട്ടില്ല. ഈ തേങ്ങ കാറിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഹേയ്, ഉഗ്രനായിരുന്നു. എന്നാ മാഡം എൻ്റെ ഒരു സ്പെഷ്യൽ ചട്നി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. മാഡം നോൺ വെജിറ്റേറിയൻ കഴിക്കോ? പിന്നെ എന്നാ കേട്ടോ, ഈ കരിവാട്
എന്ന് വെച്ചാൽ ഉണക്ക മത്സ്യം നന്നായി കരിയാതെ വറുത്തെടുത്ത് ചുവന്ന മുളകും ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി ചുട്ടെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇടിച്ച് അതിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇടിച്ച് അതിൽ കുറച്ച് തക്കാളി നീരും കൂടെ പെരട്ടി. അയ്യോ എന്താ വേണം? അയ്യോ ഞാൻ സൈഡാക്കാം. അതെ, ഈ ഉണക്ക മത്സ്യം പിടിച്ചു കാണൂല. ഞാൻ സൈഡാക്കാം. മാഡം മാഡം അതെ, ഞാൻ പറഞ്ഞില്ലേ ആ ചമ്മന്തിക്ക് അരച്ച തേങ്ങ കാറിയതേ. അടുത്തെവിടെങ്കിലും നഴ്സിംഗ് ഹോം കാണുമോ? കാണും, ഉണ്ടാവും, വന്നാട്ടെ. എന്തായാലും ഒന്ന് കാണിക്കുന്നതല്ല, കയറിയാട്ടെ. എന്ത് ചെയ്യുന്ന പറയണേ, ആവശ്യമില്ലാത്ത ഓരോ കാര്യം ഞാൻ പറഞ്ഞു. സിസ്റ്ററെ, കാറി വരുമ്പോ ഒന്ന് വോമിറ്റ് ചെയ്തു. കഴിച്ച ഫുഡിന്റെ കുഴപ്പമാണോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നറിയില്ല. ഒരു ലേഡി ഡോക്ടറെ ഒന്ന് കാണിക്കണം. ആരെവിടെ നല്ലതുണ്ട്? തനിക്ക് എന്താണ് ആ ഡോക്ടർമാര് പറ്റില്ലേ? ചിരിക്കണ ഒരു സ്ത്രീയല്ലേ, അപ്പൊ ലേഡി ഡോക്ടറല്ലേ കാണിക്കട്ടെ. സ്ത്രീയാ? താൻ എന്താണ് ഈ പറയണത്? അങ്ങോട്ട് വെച്ചിട്ട് ഛർദിച്ചത് വെള്ളടിച്ചിട്ടാണാ? എന്നാ ഡോക്ടർ ഒന്നും കാണിക്കണ്ട. താൻ എവിടെയെങ്കിലും കുറച്ചു നേരം പോയി ചെന്ന് കിടക്ക്. വെള്ളമടിയോ? ആര് വെള്ളമടിച്ചെന്ന സിസ്റ്റർ പറയുന്നത്? ഛർദിച്ചത് താനല്ലേ? ഞാൻ ഛർദിച്ചു എന്ന് സിസ്റ്ററോട് ആരാ പറഞ്ഞേ? തോനോ? ഈ കൈ കൊണ്ടത് ദേഹത്ത് കൈവെക്കല്ലിട്ട് ആരെങ്കിലും കാണും. സിസ്റ്റർ, ഒ പി എവിടെയാ? ഇവിടുന്ന് നേരെ അങ്ങോട്ട് പൊക്കോ. രാജു, ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഓഹോ, അപ്പൊ ഇവരാണ് ഛർദിച്ചത്? ഛർദിച്ചതല്ല, ഛർദിച്ചത് അവരാണ്. ഈ നഴ്സുമാരെല്ലാം പൊതുവെ എങ്ങനെയാ? ഭയങ്കരം, ഭാവന, ഫർദി, സാമ്പാർ. ഹലോ, നീ എവിടെയാ? യെസ്. നീ നെടുമ്പാശ്ശേരിന്ന് പോയേ? ഞാൻ എന്താ പുറപ്പെട്ടിട്ടാ? ഇന്നത്തോടെ അവന്റെ പെരുന്നാളി ഞാൻ തീർക്കും. അതെ മാഷേ, നിങ്ങൾ ആരെയാ വിളിക്കുന്നത്? ഞാൻ ആരെയും വിളിക്കലടാ, എനിക്കെന്തിട്ടാ പേടിയുണ്ട്. എന്റെ കൂടെ നമ്മുടെ പൊള്ളി ബാബുണ്ട്, ലാലൂരുള്ള സുനിയുണ്ട്, പിന്നെ മുരുകേട്ടനും ഡീസലും. ചാലക്കുടി നമ്മുടെ ആൻഡ്രൂസും കൂടി കയറും. നീ എവിടെയാ? മാഷേ, നിങ്ങൾ ആരെയാ വിളിക്കുന്ന? നമ്പർ ഒന്ന് ചെക്ക് ചെയ്യ്. ഒക്കെ ചെക്ക് ചെയ്തിണ്ടാ നമ്പറാ. അവന്റെ വണ്ടിയുടെ RC-യുടെ കോപ്പി എന്റെ കയ്യിലുണ്ടാ. നീ അവിടെ വെയിറ്റ് ചെയ്താ ഞാൻ എന്റെ പുതുക്കാട് എടുത്തിട്ടേ 2 വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നീ ഇവൻ്റെ നമ്പർ സേവ് ചെയ്യുന്നതാവും നല്ലത്. ആ, തൃശ്ശൂർക്കാരൻ ഡി. ടി ടി. നോസിയ ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ ടാബ്ലറ്റ് കഴിക്കാം. അതർവൈസ് യു ടേക്ക് റെസ്റ്റ് ആൻഡ് ഈറ്റ് വെൽ. സാറേ, ഗോളടിച്ചല്ല. ഗോളോ? മനസ്സിലായില്ല. മനസ്സിലായില്ല? വൈഫിനുണ്ട് യൂറിൻ ടെസ്റ്റ് പോസിറ്റീവ്. യൂറിൻ ആരുടെ? ഓ, ഈ സാറിനൊന്നും അറിയില്ല. വൈഫ് പ്രഗ്നന്റ് ആണെന്ന്. എപ്പോ? താങ്ക്സ് അല്ലോ. തേങ്ങാ ചട്നിയുടെ അല്ല അല്ലേ മാഡം? ഹൗ ഡു യു നോ? ആര് പറഞ്ഞു? ആ സിസ്റ്റർ പറഞ്ഞു. എനിക്കൊരു കൺഗ്രാറ്റുലേഷൻസ് കിട്ടി.